കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി.വി.കെ സുപ്രീംകോടതി മുൻ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ഹർജി. നിലവിലെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം മുൻവിധിയോടെയാണെന്നും ടി.വി.കെ ആരോപിക്കുന്നുണ്ട്. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ നൽകും. നന്ദൻ, ഈ വിജയുടെ പാർട്ടിയുടെയും ഈ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സുപ്രീംകോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ പറഞ്ഞേക്കുന്ന മറ്റു പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ഏകാംഗ കമ്മീഷന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ലോക്കൽ പോലീസും കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ മുൻവിധിയോടുകൂടിയാണ് എന്നുള്ളതാണ് ടി.വി.കെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തണം, തങ്ങളാണ് കുറ്റക്കാരെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതേസമയം ക്രൗഡ് മാനേജ്മെന്റ് അടക്കം നടത്തേണ്ടിയിരുന്നത് പോലീസാണ്. പോലീസായിരുന്നു സ്ഥലം അനുവദിക്കേണ്ടിയിരുന്നത്. എന്നാൽ കൃത്യമായി ആൾക്കാർ തമ്പടിക്കും അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ടും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ട് പോലും പോലീസ് അതിന് വേണ്ട അല്ലെങ്കിൽ സ്ഥലം മാറ്റി നൽകുവാനോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ട നടപടികളോ സ്വീകരിച്ചില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യമാണ് ടി.വി.കെ മുന്നോട്ട് വെക്കുന്നത്. അല്ലാത്ത പക്ഷം സുതാര്യമായ ഒരു അന്വേഷണം നടക്കത്തില്ല എന്നുള്ളതും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഗൗതം, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജയുടെ പാർട്ടിയായിട്ടുള്ള ടി.വി.കെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും മുൻവിധിയോടുകൂടിയുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നും ടി.വി.കെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. എസ് നന്ദഗോപനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.